തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപായി ഗ്രഹസന്ദർശന പരിപാടികൾക്ക് ഒരുങ്ങിയ കേരളത്തിലെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി രാഹുൽ മങ്കുടത്തിൽ MLA-ക്കെതിരായ ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും മാറുന്നു. അടുത്തയാഴ്ചയാണ് കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഗ്രഹസന്ദർശനത്തിന് പദ്ധതിയിട്ടിരുന്നത്. ഈ സന്ദർശനത്തിൽ അനുഭാവികളിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് പ്രവർത്തകർ ഭയക്കുന്നുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ രാഹുൽ മങ്കുടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ആവേശം കൊണ്ടിരുന്ന കോൺഗ്രസ് UDF പ്രവർത്തകരുടെ വാക്കുകളിൽ ഇപ്പോൾ കനത്ത നിരാശയാണ് പ്രകടമാവുന്നത്. പാലക്കാട് ജില്ലയിലെ 12 നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് ലഭിച്ച ഏക മണ്ഡലമാണ് പാലക്കാട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മുസ്ലിം ലീഗ് പ്രതിനിധീകരിക്കുന്ന മണ്ണാർക്കാട് മാത്രമാണ് ജില്ലയിൽ UDF-ന് നേടാനായത്. ഇത്തവണ 6 മണ്ഡലങ്ങളെങ്കിലും പ്രതീക്ഷയോടെ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിലാണ് രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയരുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് UDF-ന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചിരുന്നു. അൻവറിന് ലഭിച്ച 19,000 വോട്ടും ആര്യാട് ശോകത്തിന് ലഭിച്ച ഭൂരിപക്ഷവും കൂടി കണക്കിലെടുക്കുമ്പോൾ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ തരംഗമുണ്ടെന്ന് വ്യക്തമായിരുന്നു. പാലക്കാട് ജയിക്കാനായതിനൊപ്പം BJP-യിലേക്ക് പോയ വോട്ടുകൾ തിരിച്ചുപിടിക്കാനും UDF-ന് സാധിച്ചിരുന്നു. ചേലക്കരയിൽ തോറ്റെങ്കിലും വോട്ട് വർദ്ധിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. തൃക്കാക്കരയും പുതുപ്പള്ളിയും ആ സാഹചര്യം നേടിക്കൊടുത്ത മേൽക്കൈ എന്ന് പറയാമെങ്കിലും കോൺഗ്രസിന്റെ വോട്ടിന് കുറവ് വന്നിട്ടില്ലെന്ന് വ്യക്തമാണ്. ഇത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ കഴിഞ്ഞ തവണ ഇല്ലാത്ത ആത്മവിശ്വാസം UDF-ന് നൽകിയിരുന്നു. പൊതുവെ കേരളത്തിൽ ഭരണവിരുദ്ധ തരംഗം നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് അവശ്യ സാധനങ്ങളുടെ വില വർധനവ് ജനങ്ങളെ വല്ലാതെ പൊറുതിമുട്ടിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇടതുപക്ഷം പാടെ തകർന്നു വീഴുമെന്നത് എല്ലാവരും പ്രവചിച്ചിരുന്നതാണ്. BJP-യുടെ സാന്നിധ്യം ഇടതിന് നേട്ടമായാലും ഭരണവിരുദ്ധ തരംഗത്തെ മറികടക്കുവാൻ അതുകൊണ്ടൊന്നും കഴിയില്ലെന്ന പൊതുധാരണ നിലനിൽക്കുമ്പോഴാണ് രാഹുലിന്റെ സ്വഭാവ വൈകൃത്യങ്ങൾ പുറത്തേക്ക് വരുന്നതും അത് കോൺഗ്രസിന് പ്രതിസന്ധിയായി മാറുന്നതും. ഇത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസിന് ഇതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ ആത്മവിശ്വാസവും നഷ്ടപ്പെട്ടു എന്ന് വേണം കരുതുവാൻ. കോൺഗ്രസിന്റെ പടയെ നയിക്കുന്ന പ്രധാനപ്പെട്ട തലവൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ്. ഷാഫി പറമ്പിലും പ്രതിപക്ഷ നിരയിലെ ഏറ്റവും ശ്രദ്ധേയനായ നേതാവാണ്. ഇരുവരെയും ഈ വിവാദം വല്ലാതെ ബാധിച്ചിരിക്കുന്നു. പ്രതിരോധിക്കുവാൻ വേണ്ടി ഇടതുപാളയത്തിലെ ഒരുപിടി നേതാക്കളുടെ ലൈംഗിക വൈകൃത്യ കഥകൾ ചർച്ചയാക്കുന്നുണ്ടെങ്കിലും രാഹുൽ സൃഷ്ടിച്ച പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ അതൊന്നും ഗുണമാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മന്ത്രി ഗണേഷ് കുമാറും മുകേഷും AK ശശീന്ദ്രനും ഉൾപ്പെടെ ഇടതുപാളയത്തിലും സ്ത്രീ വിഷയങ്ങളിൽ കുരുങ്ങിയവർ ഇപ്പോഴും പന പോലെയുണ്ട്. എന്നാൽ അവർക്കൊന്നുമെതിരെ പരാതികളുടെ പ്രളയമൊന്നും ഉണ്ടായിരുന്നില്ല. പറഞ്ഞു വരുന്നത് യാതൊരു പ്രതിരോധവും സൃഷ്ടിക്കുന്ന നിലയിൽ അല്ല കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സാഹചര്യം. കേവലം പാലക്കാട് മണ്ഡലത്തിൽ മാത്രമല്ല ഈ രാഷ്ട്രീയ പ്രതിസന്ധി കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്നത്. കേരളം ആകെ ഈ പ്രതിസന്ധി കോൺഗ്രസിനെ വല്ലാതെ അലട്ടുകയാണ്. ഈ പ്രതിസന്ധി കാലത്തെ എങ്ങനെ തരണം ചെയ്ത് തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് പാർട്ടി സജ്ജമാകുമെന്ന് കാത്തിരുന്ന് കാണാം.